സസ്പെൻസ് വേണം. എന്തായിരുന്നാലും 1 മണിക്കൂർ മുന്നേ അറിയും. എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കാതിരുന്നാ പോരെ? താങ്കൾ ടി വിയിൽ കണ്ടാൽ മതി. ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ. ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തായിട്ടുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്ന ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബിഗ് ബോസ് നടക്കുന്ന പല സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് സസ്പെൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അത് പൊളിച്ചിട്ട് മുൻകൂട്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ അത് പറയുന്ന തെറ്റല്ലേ, എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിനോട് കാണിക്കുന്ന നീതികേടല്ലേ എന്ന് ഒരു പയ്യൻ ചോദിച്ചു. അത് പ്രസക്തിയായിട്ടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എടുക്കുന്നത്. വിന്നർ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശരിയാണോ? ഞങ്ങൾ പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ? നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മറ്റു ചാനലുകളിൽ പറയും. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലുകളാണെങ്കിൽ അങ്ങനെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലുകളും ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഇല്ലാത്തവർ കാണണ്ടടാ. സസ്പെൻസ് വേണം. എന്തായിരുന്നാലും 1 മണിക്കൂർ മുന്നേ അറിയും. എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കാതിരുന്നാ പോരെ? താങ്കൾ ടി വിയിൽ കണ്ടാൽ മതി. എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത്? യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുക. നിങ്ങൾ കണ്ടല്ലോ ആ പയ്യൻ ചോദിച്ച ചോദ്യം എന്താണ്? ഇതാണ് സംഭവം. കാരണം ബിഗ് ബോസിന് എന്തിനാണ് ഈ പറയുന്ന പല സസ്പെൻസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്തിനാ പൊളിക്കുന്നത്? അപ്പം അത് കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു വല്ലാത്തൊരു ഇതല്ലേ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം രേവതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള അവരും കഷ്ടപ്പെട്ടിട്ടാണ് പല കാര്യം ചെയ്യുന്നത്. അപ്പം അവരുടെ സീക്രട്ട് നിങ്ങൾ എങ്ങനെ അറിയുന്ന വെച്ചാൽ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അല്ല അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ സീക്രട്ട് മാത്രം അറിയത്തില്ലല്ലോ. ഇത്ര പെട്ടെന്ന് തന്നെ ആദ്യം എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടാണ് പല ആൾക്കാരും പഠിച്ചെന്നാണ് പല ആൾക്കാരുടെ വീഡിയോയിലും പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. നിങ്ങൾ 2 മാസം മുന്നേ ഈ സംഭവം നിർത്തിയെന്നും പറയുന്നു. അപ്പൊ ഈ വീഡിയോയിലോട്ട് വരാം. അതായത് ആ പയ്യൻ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന വീഡിയോക്ക് ആ പറയുന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ പയ്യനോട് പറയുന്ന ഒരു കാര്യം. ഒരു സിനിമ നിങ്ങൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സിനിമ പല സസ്പെൻസായിട്ടുള്ള രംഗങ്ങളുണ്ടായി, ക്ലൈമാക്സിൽ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ സിനിമയ്ക്ക് ജനങ്ങൾ കാണുമ്പോൾ എന്ത് ത്രില്ലാണ് ഉണ്ടാവോ? ഇല്ല, ഒരു സിനിമയിൽ ആ രഹസ്യം എനിക്കറിയുന്ന ഒരാളുടെ മുഖാന്തരം അതിന്റെ ക്ലൈമാക്സോ അതിന്റെ രഹസ്യങ്ങളോ അതിന്റെ പല സസ്പെൻസുകളോ ഞാൻ എന്റെ ചാനലിലൂടെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെയായിരിക്കും? അത് ആ സിനിമ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ കഥ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ബിഗ് ബോസിലുള്ള പല കാര്യങ്ങളും. നിങ്ങളൊരു വിന്നറാകാൻ പോകുന്ന ആൾക്കാരെ വരെ 1 മണിക്കൂറിന് മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേക്ക് നിങ്ങൾ അറിയുമ്പോൾ അത് പറയാതിരിക്കുന്നില്ല എന്റെ മാന്യത എന്ന് പറയുന്നത്. നിങ്ങൾ മാത്രമാണ് ഈ കാര്യം ചോദിച്ചത്. ബാക്കിയുള്ള 50,000 പേര് എന്റെ അടുത്ത് ഇടാനാണ് പറഞ്ഞത്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ മുന്നേ അറിയുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ 1 ദിവസം മുന്നേ അറിഞ്ഞു, ഒരാഴ്ച മുന്നേ അറിഞ്ഞു. അപ്പൊ പിന്നെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ചാനൽ ഒന്നും പാടില്ല. എല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പം അറിഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ത് കാര്യമാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടത്? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യം. ആ പയ്യൻ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്, മനസ്സിലായില്ലേ? നിങ്ങള് ഈ 50,000 പേരിൽ ചോദിച്ച നിങ്ങൾ മാത്രമാണ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് കൊണ്ടാണ് ആ പയ്യൻ ചോദിച്ചത്, മനസ്സിലായോ? ആ പയ്യൻ ചോദ്യത്തിന് നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷെ എനിക്ക് അത് കേട്ടിട്ട് എനിക്കത് പ്രസക്തി ഉണ്ടെന്നാണ് ആ ചോദ്യം ചോദിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത്, മനസ്സിലായില്ല? ആ പയ്യൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് തെറ്റ്? 50,000 നിങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളത്. ബാക്കി 50,000 പേര് കണ്ടവർ ആരും ഒന്നും ചോദിച്ചില്ല. അവർ പറയുന്നത് ഇടാനെന്നാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതിയല്ലോ. അതിന്റെ സസ്പെൻസ് പൊളിച്ചിട്ട് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? മറ്റുള്ളവർ ചെയ്യുന്ന മറ്റുള്ളവർ ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ ബിഗ് ബോസിന്റെ എന്താണ് പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ള റിവ്യൂവർ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള റിവ്യൂവർ ആണ് ഇങ്ങനെ കാണിക്കുന്ന തെറ്റല്ലേ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ബിഗ് ബോസിനോട് കുറച്ചെങ്കിലും കൂറുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ലാലേട്ടൻ എല്ലാ ആൾക്കാരും ചെന്ന് ഇതിന്റെ സസ്പെൻസ് പൊളിക്കണം. എത്രയോ വലിയൊരു ബിസിനസിന്റെ ഒരു ഭാഗമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, മനസ്സിലായി? ഇപ്പൊ നമ്മൾ പല ആൾക്കാരും ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും പല ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോയും റിയാക്ഷൻ വീഡിയോയും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനോട് നിങ്ങളും കാണിക്കുന്നവരും നിങ്ങൾ 2 മാസത്തിന് മുന്നേ നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ബിഗ് ബോസിൽ നിങ്ങൾക്ക് വിവരം തരുന്ന ഉണ്ടായിരുന്നിരിക്കുക. ഹിന്ദിയിലോ തമിഴിലോ പല ആൾക്കാരും സൽമാൻ ഖാൻ ഏത് ഉടുപ്പിടുന്നുണ്ട്, സൽമാൻ ഇന്ന് ഏത് പരിപാടി, ഇന്ന് സ്റ്റേജിൽ ഏത് പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, ഓക്കെ അത് വേറെ കാര്യം.
പക്ഷെ അതിൽ സസ്പെൻസ് എന്ന സാധനം ഉണ്ടല്ലോ, അത് പൊളിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞ ആ പയ്യൻ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നാണ് ചോദിക്കുന്നത്. പ്രസക്തി ഉണ്ട് മേഡം, കാരണം ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. മനസ്സിലായില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്റെ ചോദ്യം. മനസ്സിലായി? അത് പഴയ വീഡിയോ ആയിക്കോട്ടെ പുതിയ വീഡിയോ ആയിരുന്നാലും അത് ചെയ്യാൻ പാടുണ്ടോ എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ലാലേട്ടൻ എന്താണ് ഈ പറഞ്ഞത്, ഇങ്ങനത്തെ എന്താണ് ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ, എന്താണ് ബിഗ് ബോസിലെ സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പല ആൾക്കാരെയും അവർ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങളടക്കമുള്ള എല്ലാ ആൾക്കാരും അതിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളും മാറ്റി നിർത്താൻ പറ്റില്ല. അവരെന്ന് പറയേണ്ട കാര്യം നിങ്ങളടക്കമുള്ളതെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ നിങ്ങളടക്കമുള്ള ആൾക്കാർ അത് ചെയ്യുമ്പോൾ അത് തെറ്റെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അത് മറ്റുള്ളവരൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്തില്ല, അവർ ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ ചെയ്യാതെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ന്യായം ഉണ്ടെന്ന് പറയാം. നിങ്ങളത് ചെയ്തു, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പിന്നെ അർഹത ഉള്ളത് പറയാൻ എന്നാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോ കാണാനുള്ള ഇതുപോലും ഇല്ല. കാര്യം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, ഓരോ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും അവര്. ലാലേട്ടൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്, ലാലേട്ടൻ ഇട്ടേക്കുന്ന ഷൂസ്, ഏത് പാട്ടാണ് ഇപ്പൊ കളിച്ചു കഴിഞ്ഞത് എല്ലാം അവർ പറയും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. കഷ്ടം. നിങ്ങൾ ഉത്തരവാദപ്പെട്ട നിങ്ങളാണല്ലോ. ആ പയ്യന് നിങ്ങൾ പറയുന്നുണ്ട് അത് എന്താണ്, ആ പയ്യന് എന്താണ് നിങ്ങൾ അത് കാണാൻ പോലുള്ള ഒരു ഇതുപോലെ നിങ്ങൾക്ക് ഇല്ലെന്ന്, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരു പയ്യൻ ചോദിച്ച ചോദ്യത്തിന് 50,000 പേര് ചോദിച്ചില്ല, നിങ്ങൾ മാത്രമാണ് ചോദിച്ചാൽ. ഒരു പയ്യൻ ചോദിച്ചില്ല, ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ ആ ചോദ്യം തന്നെയാണ് വേണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, അത് തെറ്റ് തന്നെയാണ്. അപ്പൊ കഷ്ടം എന്ന് പറയുന്ന ഇതിലെ തെറ്റാണത്. മനസ്സിലായില്ലേ? ആ ചോദ്യം നിങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഉൾക്കൊള്ളിട്ട് ആ പയ്യനുള്ള മറുപടി കൊടുക്കേണ്ടത് മാന്യമായിട്ടുള്ള രീതിയിൽ പറയാമായിരുന്നു. അത് കഷ്ടമാണ്, നിങ്ങൾക്ക് ആ ഷോ കാണാനുള്ള ഒരു ഇതുപോലും ഇല്ലെന്നുള്ള തരത്തിലേക്കാണ് പറയുന്നത്. തെറ്റാണ്, അത് വേണം. മനസ്സിലായില്ലേ? എനിക്കത് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എല്ലാവരെയും PR ആണെന്ന് നിങ്ങൾ എന്നെ പറയരുത്. മനസ്സിലായി? ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഇത് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്, ലവ് യു ഗൈസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കണ്ടു പോകുന്ന എല്ലാവരും ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്, ലവ് യു ഗൈസ്.